ഇന്നൊരു നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കുന്ന പൊതുയോഗമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ പ്രിയങ്കരനായ രാഹുൽജിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പൊതുയോഗം ഒരുപക്ഷെ ചരിത്രത്തിൽ അപൂർവമായൊരു പൊതുയോഗത്തിൽ ഒന്നാണ്. ഇവിടെ ഏതാണ്ട് 10 വർഷക്കാലം ഭരിച്ച ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണം ഈ നാടിനെ എവിടെ കൊണ്ടുപോയി എത്തിച്ചു എന്ന് ഞാൻ നിങ്ങളോട് പറയാതെ നിങ്ങൾക്കത് അറിയാമെന്ന് എനിക്കറിയാം. ഈ നാട് നശിച്ച് നശിച്ച് നാശത്തിൻ്റെ ഗർത്തത്തിലേക്ക് ഈ കൊച്ചു കേരളം കടന്നു പോവുകയാണ്. ഇവിടെ എന്ത് കിട്ടി? പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എൻ്റെ നാട്ടുകാരനാണെന്ന് പറയാൻ ഞാൻ ലജ്ജിക്കുന്നു. കഴിവും പ്രാപ്തിയുമില്ലാത്ത ഒരു മുഖ്യമന്ത്രി, രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലാത്ത ഒരു മുഖ്യമന്ത്രി, ഈ നാടിൻ്റെ ഹൃദയഭാരത്തെക്കുറിച്ച് നോട്ടമില്ലാത്ത അറിവില്ലാത്ത ഒരു മുഖ്യമന്ത്രി, ഈ നാടിൽ പാവപ്പെട്ടവൻ കഷ്ടപ്പെട്ടവൻ പട്ടിണി കിടക്കുമ്പോ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാത്ത ഈ മുഖ്യമന്ത്രി എൻ്റെ നാട്ടുകാരനാണെന്ന് പറയാൻ എനിക്ക് ലജ്ജയുണ്ട് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഈ നാട് കേരളമാണ്. ഇവിടെ വിദ്യാസമ്പന്നരുടെ നാടാണ് ഈ നാട്. ഇവിടെ ഈ നാട് മുൻപോട്ട് പോകുന്നത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ ചിന്തിക്കാൻ സാധിക്കും. ഞാൻ ഏറെ പ്രസംഗിക്കുന്നില്ല. ഇതേ കാണുന്നു, കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നിറദീപങ്ങളെ പോലത്തെ ഈ പാർട്ടി, വ്യത്യസ്തമായ UDF പാർട്ടികളുടെ നേതാക്കന്മാർ ഇവിടെ ഇരിക്കുന്നു. അവർക്കെല്ലാം 10 വാക്ക് പറയണമെങ്കിൽ മണിക്കൂർ വേണം. അതുകൊണ്ട് ഞാൻ ഏറെ സംസാരിക്കുന്നില്ല. ഈ നാടിനെ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ, കള്ളന്മാരിൽ നിന്ന് മോചിപ്പിക്കാൻ, കൊള്ളക്കാരിൽ നിന്ന് മോചിപ്പിക്കാൻ അവർ സമ്മതിച്ചില്ലേ? ഉള്ള കള്ളപ്പണം മുഴുവൻ പാട്ടപ്പിരിവ് നടത്തി ഉണ്ടാക്കിയ പണം മുഴുവൻ മുക്കിയടിച്ച് കൊണ്ടുപോയ കഥകളൊക്കെ അവർ തന്നെ സമ്മതിച്ചില്ലേ? അവർ പറഞ്ഞില്ലേ ഈ നാട്ടിൽ അധ്വാനിക്കുന്നവന്റെ കാശ് വാങ്ങി ആ കാശ് അടിച്ചെടുത്ത് കൊണ്ടുപോയത് അവർ സമ്മതിച്ചില്ലേ? കള്ളന്മാരല്ലേ അവർ? ആ കള്ളന്മാരുടെ കയ്യിൽ ഈ ഭരണം കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അത് നമ്മൾ പിടിച്ചു നിർത്തണം. ആ നിർത്താനുള്ള പോരാട്ടമാണ് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടത്തുന്നത്. ആ പോരാട്ടത്തിൽ അംഗഭംഗമാകാൻ, അതിൽ പങ്കെടുക്കാൻ, അതിൽ ഭാഗം ചേരാൻ, അതിനോടൊപ്പം യോജിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം കടന്നു വന്നതിൽ നിങ്ങൾക്ക് ഞാൻ 1000 അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. ബഹുമാനനായ ശ്രീ രമേശ് ചെന്നിത്തല. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, പ്രിയങ്കരനായ ഈ ജാഥയുടെ നായകൻ ശ്രീ VD സതീശൻ, ജനാധിപത്യ ഭാരതത്തിൻ്റെ പ്രിയങ്കരനായ നേതാവ്